ശ്യാമയുടെ മനസ്സിലെ സങ്കടം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ രാധികയുടെ മനസ്സൊന്ന് മാറുന്നത് വരെ ശ്യാമ പിടിച്ചു നിന്നേ പറ്റൂ. ഇനി തളർന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അഖിൽ സാറിന്റെ അടുത്ത് ചെന്നൊന്നിരിക്കട്ടെ. വേണ്ട ചെറിയമ്മേ, അവിടെ ചെന്നിരുന്ന ചെറിയമ്മ വീണ്ടും കരയും, വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാവും. ചെല്ലണം മോളെ. അഖിൽ സാറേ, ഇന്നലെ എന്തിനാ എന്റെ സ്വപ്നത്തിൽ വന്ന്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? എന്നെ മോളെയും കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നോ? ഞാൻ അനുഭവിക്കുന്ന സങ്കടം അഖിൽ സാറിന് മനസ്സിലാവില്ല. ഒറ്റപ്പെട്ടു പോയതല്ലേ. എനിക്ക് പ്രതീക്ഷയായിട്ട് അവള് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടോ അവസാനം കണ്ടെത്തി കഴിഞ്ഞപ്പോ അവളുടെ അമ്മയാണ് ഞാനെന്ന് എനിക്ക് എന്നോട് പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് അവളെ കൂടെ നിർത്തണം. എന്നെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ എന്റെ കൂടെ എനിക്ക് നിർത്തണം. എന്നിട്ട് അഖിൽ സാറിന് കൊടുക്കാൻ പറ്റാതിരുന്ന സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കണം. അവളുടെ മനസ്സിൽ അതിനൊരു വഴി തുറന്നു തരാൻ അഖിൽ സാറിന് പറ്റില്ലേ? ചെറിയമ്മേ, ഞാൻ വീണ്ടും വീണുപോയാ രണ്ടുപേർക്കൊന്നും നല്ല വിഷമാവൂല്ലേ? ഭഗവാനെ, ഇനി എനിക്ക് വേറൊരു കാര്യവും ചോദിക്കാനില്ല. ഞാനാണ് അവളുടെ പെറ്റമ്മയെന്ന് തിരിച്ചറിഞ്ഞ് രാധിക മോൾ അത് അംഗീകരിച്ച മാത്രം മതി. പിന്നെ അവളെ ഞാൻ നോക്കിക്കോളാം, ചേർത്ത് പിടിച്ചോളാം. ഒരാൾക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല, ഒരിക്കലും. ഞാൻ മുറിയിലുണ്ടാവും. ഡോക്ടർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാ. ഈ ഒരു കാര്യമല്ലാതെ ചെറിയമ്മയെ കൊണ്ട് വേറെ ഒരു മരുന്നും കഴിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതെങ്ങനെയാ? ഏത് കാര്യത്തിനും ഒരു പ്രതിസന്ധി അകലുന്നൊരു നിമിഷം ഉണ്ടല്ലോ. നമുക്ക് കാത്തിരിക്കാം.